പാലിയക്കരയിലെ ടോൾ പിരിവ് നിർത്തലാക്കിയത് ഹൈക്കോടതി അടുത്ത മാസം 9 വരെ നീട്ടി. മണ്ണുത്തി ഇടപ്പള്ളി പാതയിലെ തകർച്ച പരിഹരിച്ചുവെന്ന ദേശീയപാത അതോറിറ്റിയുടെ വാദം കോടതി തള്ളി. മുസ്തബ വിവരങ്ങളുമായി. മുസ്തബ, എന്തുകൊണ്ടാണ് ഈ വാദം കോടതി മുഖവിലേക്കെടുക്കാതിരുന്നത്? കഴിഞ്ഞ 6-ാം തീയതിയാണ് ഒരു മാസത്തോളം കാലം, 4 ആഴ്ചയോളം കാലം ടോൾ പിരിവ് നിർത്തലാക്കിയതിനു ശേഷം പിന്നീട് ഇന്ന് ഹൈക്കോടതി ഈ വിഷയം വീണ്ടും പരിഗണിച്ചു. സ്വാഭാവികമായും ദേശീയപാത അതോറിറ്റി ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ചില ഫോട്ടോഗ്രാഫ്സ് ഉൾപ്പെടെ ഹാജരാക്കി. ഞങ്ങളിതാ ഇന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്നു, ഇന്ന ഭാഗത്ത് നേരത്തെ വലിയ ബ്ലാക്ക് സ്പോട്ടുകളായിരുന്നു, അതിപ്പോൾ പരിഹരിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള വാദം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തു. പക്ഷേ ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റി, അതോടൊപ്പം തന്നെ മോണിറ്ററിംഗ് കമ്മിറ്റി, ഇവർ ഇതിനെ എതിർത്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രത്യേകിച്ച് ഈ വിഷയം കൃത്യമായി തന്നെ അതിന്റെ ട്രാഫിക് മാനേജ്മെന്റ് ഉൾപ്പെടെ പരിശോധിക്കാൻ മോണിറ്ററിംഗ് കമ്മിറ്റിയെ ഹൈക്കോടതി ചുമതലപ്പെടുത്തുകയും ചെയ്തു. അവർ ഇന്ന് കോടതിയിൽ വിശദമായ റിപ്പോർട്ട് ഹാജരാക്കിയിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ ഹാജരാക്കി NHA പറയുന്ന വാദം കള്ളമാണ്, ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്, നിരവധിയായ വാഹനങ്ങൾ ഇപ്പോഴും മണിക്കൂറുകൾ ഈ ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള വിശദമായ വാദം ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റി ഹൈക്കോടതിയെ അറിയിച്ചു. മാത്രമല്ല, ഈ അല്പമെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു ആശ്വാസമുണ്ടെങ്കിൽ അത് മറ്റു വഴികളിലൂടെ വാഹനങ്ങൾ വഴി തിരിച്ചുവിടുന്നത് കൊണ്ടാണ് എന്നും അവർ ഹൈക്കോടതി അറിയിച്ചു. അതായത് ദേശീയപാത അതോറിറ്റി മുന്നോട്ട് വെക്കുന്ന ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എന്ന വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോ 26-ാം തീയതിയാണ്, 26-ാം തീയതി വരെ ആ ഉത്തരവ് നിലവിൽ നിന്നിരുന്നു. അതിനുശേഷം പിന്നീട് ഇനിയിപ്പോ കോടതി അവധിക്ക് പോവുകയാണ്. അതിനിടക്കാലത്ത് ആ ഉത്തരവ് വെക്കേറ്റ് ചെയ്യപ്പെടുമെന്നുള്ളൊരു സാധ്യത കൂടി മുൻനിർത്തിക്കൊണ്ടാണ് കോടതി ഇനി ഈ അവധിക്കാലത്തിന് ശേഷം തുറക്കുന്ന 9-ാം തീയതി വരെ ഈ ഉത്തരവ് നീട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ദേശീയപാത അതോറിറ്റിക്ക് ടോൾ പിരിക്കാൻ, പാലിയക്കരയിലെ ടോൾ പിരിവ് തുടരാൻ അനുമതിയില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. നിഷാദ്. ശരി.